ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് മുതഅല്ലിമീങ്ങൾ എനിക്കിങ്ങനെ കൈ കാണിച്ചു മുസാഫഹത്ത് ചെയ്യാൻ. ഞാൻ അവർക്ക് കൈ കൊടുത്തില്ല. അവർക്ക് എന്നോട് വിഷമം വേണ്ട, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? കണ്ടാൽ ഭംഗിയുള്ള താടിയും മീശയും മുളക്കാത്ത ചെറിയ ആൺകുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. അത്തരം കുട്ടികൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മൾക്ക്, ആ കുട്ടികൾക്ക് അതറിയില്ല. കിതാബ് ഓതിയ പണ്ഡിതന്മാർ അവരാണിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത്തരം കുട്ടികളെ മുസാഫഹത്ത് ചെയ്യാൻ പറ്റില്ല. അവരുടെ തലയിൽ തൊപ്പി ഉണ്ടാവും, തലയൊക്കെണ്ടാവും, അതിന്റെ മുകളിൽ വേണേൽ തലയിൽ കൈവച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ദുആ ചെയ്തു കൊടുക്കാം, മന്ത്രിച്ചു കൊടുക്കാം. പക്ഷേ തോലും തമ്മിൽ തൊടാൻ പാടില്ല എന്നാണ് നിയമം. മുബാശറത്ത് പാടില്ല. അപ്പോൾ എന്തുകൊണ്ട്? അത് അല്ലാഹു ഹറാമാക്കിയതാണ്. അത് ഹറാമാണ് എന്നതിൽ ഇമാമിങ്ങൾ തർക്കം പറയുന്നില്ല. അതേ സമയത്ത് അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കാമോ? അന്യ സ്ത്രീകളെ മുഖത്ത് നോക്കൽ ഹറാമാണല്ലോ. അതുപോലെ ഇത്തരം കുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു യാതൊരു ദുരുദ്ദേശവും ഇല്ലെങ്കിലും വികാരമൊന്നും ഇല്ലെങ്കിലും നോക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ്. മറ്റു പല ഇമാമിയങ്ങളും ആവശ്യത്തിന് നോക്കാലോ, അതുകൊണ്ട് തന്നെ വികാരമില്ലെങ്കിൽ നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഏതായാലും അതിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു അക്കാര്യത്തിൽ വളരെ കണിശമായ സ്വഭാവം സ്വീകരിച്ചതുകൊണ്ട് ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതനായിരുന്നു, അല്ലാമ റീമി, അദ്ദേഹം നബവി ഇമാമിനെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ഈ മുസ്ലിയാർ എന്തിനാ ഇത്ര കടുപ്പത്തിൽ പറയുന്നത് എന്നൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ആ കാരണത്താൽ ആ മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടു കിടക്കുമ്പോ എത്രയോ പതിനായിരങ്ങൾ മയ്യത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറിയ പൂച്ചയെ പോലെയോ കീരിയെ പോലെയോ ഉള്ളൊരു ചെറിയ ജീവി ജനങ്ങളെ മുന്നിലൂടെ ഓടി ഇങ്ങ് വന്ന് ആ വലിയ പണ്ഡിതന്റെ വായ അതാ തുറന്നു കിടക്കുന്നു. അതിലുള്ള നാവ് കടിച്ചെടുത്ത് ഓടിക്കളയുന്നു. കാരണം ഇമാമിനെ കുറ്റം പറഞ്ഞതിനാൽ, അവിടുത്തെ വലിയ സ്ഥാനത്തിനെ ചോദ്യം ചെയ്തതിനാൽ. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അലയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതിന്റെ പേരിൽ ഒരാളെയും നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നിസ്സാരപ്പെടുത്തി സംസാരിച്ചതിനാൽ അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ശിക്ഷയാണത്. ആ സംഭവം ഇമാം സഖാവി, ഇമാം സയൂത്തി തുടങ്ങി പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരൊറ്റ ആലിമിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കൊന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന് വേണ്ടി എന്തും പറയുക, എന്തും ചെയ്യുക എന്ന ഒരു വല്ലാത്ത ആഖിർസമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെയായി പോകാൻ പാടില്ല. നമുക്ക് നല്ല ഈമാന് വേണം, തഖ്വ വേണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ആ സഹാബികളായ മുഹാജിറുകളെയും അൻസാരികളെയും കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നത് എന്താണ്? മരണപ്പെട്ടുപോയ, കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവരെ ശേഷം വരുന്നവർ യഖൂലൂന, അവര് അതാ പടച്ച റബ്ബിനോട് പറയുന്നു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം. ഞങ്ങൾക്ക് മാത്രം പൊറുത്താൽ പോരാ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരുണ്ടല്ലോ, കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർക്കും പൊറുത്തു കൊടുക്കണം അല്ലാ. മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കാതെ ഒരു മുഅ്മിനിന് നിർത്തി ഇല്ല. സുഹൃത്തുക്കളെ, അല്ലാഹ് പറയുന്നു, വലിയഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നവരാണവർ, മുമ്പ് കഴിഞ്ഞു പോയവരാണവർ.
മരണപ്പെടുന്നവർ, അവർക്ക് വേണ്ടിയും പടച്ചവനോട് മഗ്ഫിറത്ത് ചോദിക്കണം. സ്വന്തം നമുക്ക് വേണ്ടിയും ചോദിക്കണം. മരണപ്പെട്ടവരെ മറന്നുകൂടാ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. ഈമാനുള്ള ഒരാളോട് നമ്മുടെ മനസ്സിൽ വിരോധമോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഈമാനുള്ളവനോട് വൈരാഗ്യവും വിദ്വേഷവും നീ തന്നേക്കരുത് അല്ലാ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണ്. അവരുടെ പിന്നിൽ വരുന്ന നല്ല ആളുകൾ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ റബ്ബേ, നീ വലിയ ദയയുള്ളവനാണ്, നീ വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. നീ ഞങ്ങളെ മനസ്സിൽ ഒരു മോമിനോടും വിരോധം തന്നേക്കരുത് അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് മോമിനീങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, അവരെ അനുസ്മരിക്കണം. അങ്ങനെ അനുസ്മരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉമ്മബാപ്പമാർ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളവരാണ്. അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉമ്മബാപ്പയെ മറക്കാൻ പാടില്ല. ജീവിക്കുന്ന കാലത്ത് അവരോട് വളരെ അദബിലും ഗുരുത്വത്തിലും പെരുമാറണം. അവരോട് ഒരിക്കലും തന്നെ അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. വലാ തൻഹറുഹുമാ. അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ശൈലിയിലും സംസാരിക്കരുത്. ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ടാവൂല, ഞാൻ ചെയ്യൂല. എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാല്, എന്താ അനുജനോട് പറഞ്ഞാല്, എന്താ പെങ്ങളോട് പറഞ്ഞാല്, ഇങ്ങനത്തെ ഒരു ഒറ്റ വർത്തമാനം ഒരു മകനും ഒരു മകളും പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ. ബാപ്പ ഉമ്മയെ വിരട്ടുന്ന സംസാരം പാടില്ല. വലാ തഖുൽഹുമാ ഉഫിൻ. അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരക്ഷരം പോലും പറയാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാന്യമായ നിലക്ക് വളരെ ലാളിത്യത്തോടു കൂടി മാത്രമേ ബാപ്പ ഉമ്മാനോട് സംസാരിക്കാവൂ. ഉമ്മാ, ബാപ്പ എന്നൊക്കെ പറയുമ്പോ അങ്ങേയറ്റത്തെ സ്നേഹാദരവോടെ അല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഇത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞു, ബാപ്പ ഉമ്മയുടെ മുന്നിൽ മലർന്ന് കിടക്കാൻ പാടില്ല. അദബ് കുറവാണ്. നല്ല ബഹുമാനം കാണിക്കണം ബാപ്പാനോടും ഉമ്മാനോടും. ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തില്ല. നല്ല ബോധം വേണം നമുക്ക്. സുഹൃത്തുക്കളെ, ആ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ദുആ നടത്തണമെന്ന് ഖുർആൻ നമുക്കറിയാമല്ലോ. പടച്ചവനോട് അവർക്ക് വേണ്ടി ദുആ നടത്തണം. മരണപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി ദുആ നടത്തണം. അവരെ മറന്നുകൂടാ. ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അവരെ അനുസ്മരിക്കുക എന്നത് എപ്പോഴും നല്ലതാണ്, ആവശ്യമാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് അവരെ അനുസ്മരിച്ച് ബഹുമാനം പറയാനും അവരിൽ ഭക്ഷണം കൊടുക്കാനൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് നമ്മളെ മുൻഗാമികൾ എന്ത് ചെയ്തു? കൊല്ലത്തിലൊരിക്കലെങ്കിലും അനുസ്മരിക്കുക. അതിനാണ് നമ്മൾ ആണ്ട് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? ആണ്ട് എന്ന് പറയില്ല. ഉപ്പാന്റെ ആണ്ടാണ്, ഉമ്മാന്റെ ആണ്ടാണ്. ആണ്ട് തന്നെ കൊല്ലമെന്ന് അതിന്റെ അർത്ഥം. ഉപ്പാന്റെ കൊല്ലാണെന്ന് ഒരു കൊല്ലം തികഞ്ഞ്, ബാപ്പ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞ സമയമാണ്. അതെന്തിന്? എപ്പോഴും കഴിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും ചുരുങ്ങിയത് അനുസ്മരിക്കാൻ വേണ്ടി മുൻഗാമികൾ നടപ്പാക്കിയതാണ്. അതും വേണ്ടാന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അതും വേണ്ട, ആണ്ട് പറ്റൂല എന്ന് പറയുന്നവരുണ്ട്. അവര് പിന്നെ എല്ലാം പറ്റൂല എന്ന് പറയില്ല. അവരെ പരിപാടി എല്ലാം പറ്റൂല എന്ന് പറയലാണ്. പടച്ചവൻ നന്നാക്കട്ടെ. സ്ത്രീകളെടുക്കലേക്ക്, കുട്ടികളെടുക്കൽ ബക്കറ്റ് കൊടുത്തയക്കുമ്പോൾ സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുത്തയക്കണം. സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തം അത് സമ്പാദിക്കണം. അപ്പൊ അവരെ മരണത്തിന് ശേഷം അനുസ്മരിക്കുന്നു. കാരണം അവരുടെ നന്മയും അവരുടെ അനുഗ്രഹവും നമുക്ക് ധാരാളം കിട്ടിയെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കുട്ടിക്കാലത്ത് എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ. ഉമ്മയുടെ മുല കുടിച്ച് വളർന്നു,
ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്നു. ഉമ്മ തന്നെ നമുക്ക് വാരിത്തന്നു, കോരിത്തന്നു. ഉമ്മ തന്നെ നമ്മളെ കുളിപ്പിച്ചു. ഉമ്മ തന്നെ മുടി വാർന്നിട്ട് തന്നു. ഉമ്മ തന്നെ തോർത്തി തന്നു. ഉമ്മ തന്നെ കുപ്പായമിട്ട് തന്നു. ഉമ്മ തന്നെ നമുക്ക് വസ്ത്രമണിയിച്ചു തന്നു. ഉമ്മ തന്നെ ഭക്ഷണം പാകം ചെയ്തു തന്നു. ആ ഉമ്മ തന്നെ വാരി തന്നു. ആ ഉമ്മ തന്നെ നമുക്ക് ഗ്ലാസ് എടുത്ത് വെള്ളം പാല് കുടിപ്പിച്ചു തന്നു. അങ്ങനെ ആ ഉമ്മ ചെയ്ത ഖിദ്മത്തുകളൊന്ന് ഓർത്തു നോക്കൂ യുവാക്കളെ. ആ ഉമ്മനെ മറന്നുകൊണ്ടൊരു ജീവിതം പറ്റുമോ? അതേപോലെ നമുക്ക് വേണ്ടി ഊണും ഉറക്കുമൊഴിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് അതാ ജോലി ചെയ്ത് പണിയെടുത്ത് അധ്വാനിച്ച് നമുക്ക് ഭക്ഷണം വാങ്ങി തന്ന ബാപ്പ, അതേ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉറക്കമൊഴിച്ച ബാപ്പ, ഗർഭമായിരുന്ന സമയത്ത് അതാ കൊണ്ടുപോയിട്ട് പടച്ച റബ്ബേ എത്ര എത്ര അധ്വാനമാണ് ബാപ്പ അധ്വാനിച്ചത്. എന്നിട്ട് ആ പ്രസവത്തിൽ എൻ്റെ കുട്ടിക്കൊരു അപകടവുമില്ലാതെ കുട്ടി പ്രസവിച്ച് വരണമെന്ന നിലക്ക് ആരോടൊക്കെയാ ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ കുട്ടിയെ പോറ്റി വളർത്തി പഠിപ്പിക്കാൻ ബാപ്പ എത്രയാണ് അധ്വാനിച്ചത്. ആ ബാപ്പയെ മറന്നുകൊണ്ടൊരു ജീവിതം പറ്റുമോ? ആ ബാപ്പ ഉമ്മമാറ് ഇന്നാലില്ല. ഞാൻ സങ്കടം പറയട്ടെ. ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ വിദേശത്തായിരുന്നു. എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു ചിത്രം ആരോ അയച്ചു തന്നു. അതൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് അന്ന് രാത്രി നോക്കിപ്പോയതിനാൽ എനിക്ക് ഉറക്കം വരാതെ ബുദ്ധിമുട്ടിപ്പോയി. എന്തേ കാരണം എന്നറിയോ? ബാപ്പ ഉമ്മാനെ തള്ളിയിട്ട്, ഉമ്മാനെയും ബാപ്പാനെയും അവഗണിച്ചിട്ട്, ബാപ്പ ഉമ്മാന്റെ പൊരുത്തത്തിലേക്ക് ചിന്തിക്കാതെ, അവരെ ഉപദേശം സ്വീകരിക്കാതെ, അവരെ സന്തോഷിപ്പിക്കാതെ, പ്രണയിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് ഫോൺ ചെയ്തപ്പോ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോ, അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോ, അല്ലെങ്കിൽ അതാ ഫോൺ ചെയ്തിട്ട് നല്ല പഞ്ചസാര വാക്ക് പറഞ്ഞപ്പോ 10-25 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ മറന്നു, ബാപ്പാനെ മറന്നു. ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഇറങ്ങി നടന്നു. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ സുബ്ഹാനല്ലാഹ്, ആ പ്രണയിച്ച് വിവാഹം കഴിച്ചവൻ, പ്രണയിച്ച് കൊണ്ടുപോയവൻ, ബാപ്പ ഉമ്മയെ ധിക്കരിച്ചു പോയ പെൺകുട്ടിയെ അതാ 2 കൈയും ബാക്കിലിട്ട് പിടിച്ച് കെട്ടിയിട്ട് തലക്കും മുഖത്തും നെഞ്ഞത്തുമൊക്കെ ഇടിക്കുന്നു. വളരെ ശക്തമായ ഇടി ഇടിക്കുന്നു. എന്നിട്ട് പിന്നെ 2 കാലും അതാ പിടിച്ച് കെട്ടിയിടുന്നു. ഈ പെൺകുട്ടി നിലത്ത് വീണിട്ട് അല്ലാ അല്ലാ എന്നിങ്ങനെ വിളിച്ച് നിലവിളിക്കുന്നു. ആരും തടയാനില്ല, ആരും ചോദിക്കാനില്ല. അവൻ എന്തും ചെയ്യാമല്ലോ. കാരണം ബാപ്പാനെ വിട്ട് വന്ന പെണ്ണല്ലേ, ഉമ്മാനെ വിട്ട് വന്ന പെണ്ണല്ലേ, കുടുംബത്തെ വിട്ട് വന്ന പെണ്ണല്ലേ. അവൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ഒരു കുടുംബമില്ലല്ലോ, നാടില്ലല്ലോ, കമ്മിറ്റിയില്ലല്ലോ, ഒരാളുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇറങ്ങി ഓടിപ്പോയ പെണ്ണിനെ ഇവൻ പീഡിപ്പിക്കുന്ന പീഡനം കണ്ടിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇപ്പോഴും എൻ്റെ ഈ ഫോണിൽ ആ ചിത്രം കാണാം. എൻ്റെ പെൺകുട്ടികളെ, നിങ്ങൾ താൽക്കാലികമായി കാണുന്ന ചിരിയോ താൽക്കാലികമായി പറയുന്ന വാക്കോ കേട്ട് നിങ്ങൾ ഉമ്മ ബാപ്പമാരെ അവഗണിച്ച് അവരെ പൊരുത്തക്കേട് വാങ്ങിപ്പോയി നിങ്ങൾ നശിക്കല്ലേ. അതുപോലെ ചെറുപ്പക്കാരെ, 10-25 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പയുടെ പൊരുത്തം നോക്കാതെ, ഉമ്മാന്റെ പൊരുത്തം നോക്കാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഫോണ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എൻ്റെ കുടുംബത്തോട് യോജിക്കുമോ? എൻ്റെ ബാപ്പയുടെ അന്തസ്സിന് യോജിക്കുമോ? എൻ്റെ തറവാട്ടിന് യോജിക്കുമോ? എൻ്റെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? എൻ്റെ ഉമ്മാക്ക് താല്പര്യപ്പെടുമോ എന്ന് ചിന്തിക്കാതെ കാണുന്ന പെണ്ണിൻ്റെ പിന്നാലെ നിങ്ങളും പോകല്ലേ യുവാക്കളെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ബാപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാട് പറഞ്ഞത് വളരെ ഗൗരവത്തിലാണ് കേട്ടോ. ബാപ്പ ഉമ്മയെ പരിഗണിക്കണം, അവരെ അനുസ്മരിക്കണം,
അവരുടെ ആണ്ട് കഴിക്കുന്നു. എന്നാൽ പിന്നെ താജുൽ ഉലമ നമ്മളെ ബാപ്പയല്ലല്ലോ, നമ്മളെ നങ്ങന്മാരല്ലല്ലോ. നൂറുൽ ഉലമ നമ്മളെ ബാപ്പയല്ലല്ലോ, അവരാണ്ട് നമ്മളതിന് കഴിക്കണം, എന്തിനവരനുസ്മരിക്കണം? അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നമ്മളതിന് കഴിക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നമ്മളതിന് കഴിക്കണം. ബദരീങ്ങളാണ്ട് നമ്മളതിന് കഴിക്കണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ശാരീരിക രംഗത്തുള്ള ബാപ്പ ഉമ്മയെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ആത്മീയ നേതാക്കളായ പണ്ഡിതന്മാർ, നമ്മുടെ ആത്മീയ നേതാക്കളായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, നമ്മുടെ ആത്മീയ നേതാക്കളായ സഹാബികൾ, ബദരീങ്ങൾ, അവരെല്ലാം നമ്മുടെ ആത്മാവിന്റെ പിതാക്കളുടെ സ്ഥാനത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ പദവിയിലാണ്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് വലിയ അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്, ആദരവുണ്ട്. എന്തേ കാരണം? അവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടൂലായിരുന്നു. ബദരീങ്ങൾ അന്ന് ത്യാഗത്തിന് മുതിർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടില്ലായിരുന്നു. അതുപോലെ മുൻഗാമികൾ അധ്വാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മഹാനായ താജുൽ ഉലമ ധൈര്യപൂർവ്വം നമുക്ക്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കൂ മക്കളെ, ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ മറ്റൊന്നിനും വില കൽപ്പിക്കുന്നില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച് നമുക്ക് നേതൃത്വം നൽകിയതിന്റെ ഗുണം ഇന്ന് ഇതാ മുസ്ലിം സമുദായം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതാ ഇന്ന് അനുഭവിക്കുന്നില്ലേ? താജുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, അതേ സുൽത്താനുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, നൂറുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, സുബ്ഹാനല്ലാഹ്, അവരിലും പലർക്കും അതേ അബദ്ധം ബോധ്യപ്പെടുന്നില്ലേ? ആ മഹാന്മാർ അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗത്തിന് മുതിർന്നു. അവരെ കൂക്ക് വിളിക്കുമ്പോ, കല്ലെറിയുമ്പോ, അവരെ ചീത്ത വിളിക്കുമ്പോ അവരതിനൊന്നും വില കൽപ്പിച്ചില്ല. അല്ലാഹുവിന്റെ ദീൻ ഹഖായി എത്തിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ ബാധ്യത എന്ന നിലക്ക് അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി മാറി നിൽക്കണം എന്ന് പഠിപ്പിച്ചു.